താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ച്. നമസ്കാരം. ബ്ലിങ്കിലേക്ക് സ്വാഗതം. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായാൽ കാണാൻ നല്ല ചേല അല്ലേ ഗോവിന്ദേട്ടാ? CPM-ലെ കത്ത് വിവാദത്തിൽ കള്ളൻ കപ്പലിൽ തന്നെ എന്നറിഞ്ഞതോടെ നമ്മളെ ഗോവിന്ദൻ മാഷ് ചൗരത്തോടെ അതികഠിനമായി കുരച്ച് കണ്ടക്ഷോഭം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന്. എന്നത്തെയും പോലെ അത് CPM അടവ് നയം. അതല്ലെങ്കിലും അങ്ങനെ CPM സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ ഉൾട്ട പ്രയോഗവുമായി രംഗത്ത് വരികയാണ് സ്ഥിരം പതിവ്. സർവത്ര സുതാര്യമാക്കണമെന്ന് മുദ്രാവാക്യം മുഴക്കുന്ന ഇവർക്ക് കയ്യിന്ന് പോയ അവസ്ഥയാണ് ഇപ്പോൾ. കത്തിപ്പടർന്നപ്പോൾ ആണ് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പട്ടച്ചാരായം എന്നതുപോലെ മാങ്കൂട്ടത്തിൽ വിവാദം ഇവർക്ക് വീണ് കിട്ടുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. പുതിയ കഥകളും തിരക്കഥകളും എഴുതാൻ കൂലി എഴുത്തുകാരെ കൂട്ടിന് കൂട്ടി രംഗം അങ്ങോട്ട് കൊഴുപ്പിച്ചു. പക്ഷേ മാഷേ, നിങ്ങൾ ഇലയിട്ടിരുന്നോളി, സദ്യ അടുക്കളയിൽ റെഡിയാവുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കേരളത്തിൽ ഓടിക്കുന്ന ഈ സിനിമ ഒന്ന് ഓടി തീരട്ടെ. നാട്ടാരെ, CPM നേതാക്കൾക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല കേട്ടോ. പെണ്ണ് കേസിൽ 18 അടവും പയറ്റി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ ഇവിടെ CPM സർവകലാശാലയിൽ നിന്നും PhD എടുത്ത് കളത്തിലിറക്കിയ വനിതാരത്നം സർവശ്രീ മാട്ടം ഇപ്പം എന്തരോ എന്താ അതേ ഗതി തന്നെയാവും ഈ പുതിയ അവതാര സ്ത്രീത്വവും. CPM-ന്റെ അവസാനത്തെ അടവാണ് പെണ്ണ് കേസ്. അവരുടെ പാർട്ടി നേതാക്കൾക്ക് മാത്രം ഇക്കാര്യത്തിൽ സർക്കാർ ഒരു പെർമിഷൻ കാർഡ് വിതരണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് മുകേഷും ശശിമാമന്മാരും ഒക്കെ ഒരു ഉളുപ്പും ഇല്ലാതെ വിലസുന്നത്. അതെന്തെങ്കിലും ആട്ടെ, അതവിടെ നിൽക്കട്ടെ. മാഷേ, മോനാണ് അച്ഛനോട് ഈ ചതി ചെയ്തതെന്നാണ് കേൾക്കുന്നത്. സാരല്ല മാഷേ, പോട്ടെ, വിട്ടുകളാ. മോനല്ലേ, ചെറുക്ക അച്ഛൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ രാഷ്ട്രീയം പയറ്റി നോക്കിയതല്ലേ. പറഞ്ഞു വരുമ്പോൾ നിങ്ങളെക്കാൾ കേമനാകുന്ന സ്ഥിതിയാ കാണുന്നത്. ഈ പയലങ്ങ് കത്തിക്കയറും കേട്ടോ. മാഷേ, പെരുന്തച്ഛൻ കോംപ്ലക്സ് ഒന്നും വേണ്ട കേട്ടോ. മകനും പയറ്റട്ടെ എന്ന്. പക്ഷേ നിങ്ങളുടെ ഒരു തൊലിക്കട്ടി അപാരം തന്നെ കേട്ടോ. ചില പാർട്ടിക്കാർ തന്നെയാണ് ഗോവിന്ദൻ മാഷെ പഞ്ഞിക്കിടാൻ പണി കൊടുത്തത് എന്ന് കേൾക്കുന്നുണ്ട്. മുണ്ടരുത് ചുപ്പുരഹം. നിങ്ങളെ സ്വഭാവം കൊണ്ട് പഞ്ഞിക്കിടലല്ല, കാലുവാരി അലക്കുന്ന അവസ്ഥ വരും. കാരണം നിങ്ങൾ ഒരു മര്യാദയും മറ്റുള്ളവർക്ക് നൽകാതെ അഹങ്കാരവും ദ്രാഷ്ട്യവും വാരി വിതുറന്ന ഒരു തരിക്ക് പോലും ലോജിക്കില്ലാത്ത നിങ്ങളുടെ ഗീർവാണം കേട്ട് ഞങ്ങൾ മടുത്തു മാഷേ. നിങ്ങൾ പാർട്ടി ക്ലാസ്സുകളിൽ അടിമകളായ പാവം സഖാക്കന്മാരെ ഞെട്ടിച്ചു നിർത്തുന്ന ആ പഴയ ഫ്യൂഡൽ വ്യവസ്ഥതയുടെ തമ്പ്രാൻ ആജ്ഞയുണ്ടല്ലോ, അത് പത്രക്കാരോട് എടുത്താ ആ അരി അവിടെ വേവൂലാന്ന്. ഇതൊന്നും നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല. ഈ ഷർഷാദ് നിങ്ങളാരാ? വേണ്ട പറയണ്ട, തിരുവാ തുറക്കരുതേ. ആട്ടെ, വാങ്ങിയ പൈസ നിങ്ങൾ തിരിച്ചു കൊടുത്തോ? വേണ്ട, തുറക്കണ്ട. ഈ ഷർഷാദ് അളിയൻ ഈ വിവാദം കത്തിച്ച് വിട്ട് ഗുലുമാൽ ഉണ്ടാക്കിയിട്ട് നൈസായിട്ട് അളിയൻ അങ്ങോട്ട് മുങ്ങി. പിന്നെ പൊന്തിയത് ഗോവിന്ദ മാഷ ദൈവമാണെന്ന് പറയാനാ? ഇങ്ങക്ക് ക്ലീൻ ചെയ്തിട്ട് തന്ന വിദ്വാൻ മലക്കം മറിഞ്ഞത് കണ്ട് ചോദിച്ചു പോയതാ ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ. അല്ല മാഷേ, നിങ്ങളെ പേടിച്ചിട്ടാണോ ഈ മലക്കം മറിച്ചത്? കാരണം CPM-ന്റെ പാരമ്പര്യം നോക്കിയാൽ ഭീഷണി കൊണ്ടും ആക്രമണം കൊണ്ടും ഉന്മൂലനം കൊണ്ടും പോയ അഭിമാനം തിരിച്ചു പിടിച്ച ചരിത്രേ ഉള്ളൂ. പാവം വ്യവസായി, ജീവനിൽ കൊതി ആർക്കാ ഇല്ലാത്തത്. എങ്കിലും നേതാക്കളൊന്ന് കരുതിയിരുന്നോട്ടോ, ഈ കാലവും അങ്ങോട്ട് കടന്നു പോകും. കാറ്റ് ഇനിയും മാറി വീശുകയും ചെയ്യും. മുഖ്യനും മരുമോനും ഗോവിന്ദനും മോനും എല്ലാം കൂടി നമ്മളെ പെരുവഴിയിലാക്കുന്ന തോന്നുന്നത്. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ വാ തുറക്കരുതേ. അവിടെ നിന്ന് വരുന്ന നാറ്റം കേരള ജനതയ്ക്ക് സഹിക്കുന്നില്ല. മകന് വഴിവെട്ടിക്കൊടുത്ത മാഷുടെ ബുദ്ധി അപാരം, പക്ഷേ വിവരം ലെവലേശമില്ല. ബ്ലിങ്ക് തുടരുട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.